ഈ ഒരു പാത്രത്തിലിരിക്കുന്ന ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വേറെ ഒന്നല്ല, ഇത് ബീഫിൻ്റെ ലിവറാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബീഫ് വാങ്ങിച്ചപ്പോൾ കടയിൽ ചേട്ടൻ പരിചയമുള്ള കാരണം കുറച്ച് ലിവർ ഇടാൻ പറഞ്ഞപ്പോൾ ആൾ ഇട്ടെന്താട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ലിവർ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ലിവർ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ആ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ വീണ്ടും സബോളയൊക്കെ വഴറ്റുമ്പോൾ മല്ലി ഇട്ട് കൊടുക്കും. അത് തന്നെയാണ് നമ്മളിപ്പോൾ കുറഞ്ഞ അളവിൽ മല്ലി ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ആ മല്ലിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതിനൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഇതേ കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു കറി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ, അതേ രുചിയിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും അതേ സ്മെല്ലൊക്കെ കേട്ടോ. തട്ടുകടയിൽ നിന്ന് നമ്മൾ ലിവർ റോസ്റ്റൊക്കെ വാങ്ങില്ലേ, അതേ സ്മെല്ലിലാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു കമൻറ്റാണ് തന്നിരിക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ലിവർ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. അങ്ങനെ പൊടികളൊക്കെ നമ്മൾ അത്യാവശ്യം ചൂടായി വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച ലിവറിലേക്ക് നമ്മൾ വറുത്തെടുത്ത പൊടീനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതിനെ നമുക്ക് കൈവച്ച് നന്നായി മിക്സാക്കി എടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും ഇങ്ങനെ മസാല തേച്ച് വെക്കണം. അപ്പോൾ സമയമില്ലെങ്കിൽ അപ്പം തന്നെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ മല്ലിമുളക് ചൂടാക്കി അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ കുറച്ച് സബോളയും പച്ചമുളകും വേപ്പിലയും കൂടി വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അതങ്ങനെ വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നന്നായി മൂത്ത് വാടി വന്നപ്പോൾ ഇതിലേക്ക് വീണ്ടും നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ കുറച്ച് ചേർത്തുണ്ടായിരുന്നല്ലോ, ഇറച്ചിയിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് കാരണം ഇപ്പോഴും കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാരണം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, തക്കാളിയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവില്ല, അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്നും വലിയ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ ഇതേമാതിരി കട്ട് ചെയ്തിടുക, അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി മിക്സിയിൽ പേസ്റ്റ് ആക്കിയിട്ടായാലും ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രേവി പോലെ ആവാനായിട്ടാണ് പേസ്റ്റാക്കി ഞാൻ ചെയ്യാറ് കേട്ടോ. അല്ലെങ്കിൽ ഇതേമാതിരി അരിഞ്ഞിട്ടാണ് ചെയ്യാറ്. ഇതിപ്പോൾ നമ്മൾ റോസ്റ്റല്ല ഉണ്ടാക്കുന്നത്. അധികം എന്നല്ല, ഒട്ടും തന്നെ ചാറില്ലാണ്ട് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മുടെ ലിവർ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലിട്ട് പെട്ടെന്ന് വേവാവുന്നുണ്ട് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് കരുതിയാൽ ഇങ്ങനെ സബോള ഇതൊക്കെ വഴറ്റിയതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഇറച്ചിയുടെ മിക്സിനെ കുക്കറിലിട്ടിട്ട് ഈ നമ്മൾ വഴറ്റിയ സബോളയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 4 അടി വരെ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളും. എന്നിട്ട് ഫ്രൈയിങ് പാനിലിട്ടിട്ട് അത് നമ്മൾ ബീഫൊക്കെ വരട്ടിയെടുക്കില്ലേ, അതേമാതിരി അങ്ങോട്ട് വരട്ടിയെടുത്താൽ മതി.
ഞാനിപ്പോൾ ഇതിൽ തന്നെ ഇട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ ഇതാ നമ്മൾ എടുത്ത് വെച്ച ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലാക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പണി കഴിയും. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ച് പതുക്കനെ തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വേവ് നോക്കിയിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കറിയൊക്കെ നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്, വേവാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം പോരായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെന്ത് വരെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കഷ്ണമൊക്കെ പകുതി വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ചാറൊക്കെ ഗ്രീഷ കുറുകി വന്നിട്ടുണ്ട്. ഇനി നന്നായി ഇതിലെ വെള്ളം വറ്റണം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കറിയുടെ കളറൊന്ന് മാറി ഒരു ലൈറ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരും കേട്ടോ. കണ്ട, അപ്പോൾ മസാല കുറച്ച് പോരായെന്ന് തോന്നിയപ്പോൾ ഒരു നുള്ളും കൂടി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ മല്ലിയില അരിഞ്ഞതും കുറച്ച് സബോള, പച്ച സബോള ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ലാസ്റ്റിൽ. അങ്ങനെ നമ്മുടെ രുചികരമായ ലിവർ റോസ്റ്റ്, തട്ടുകട രീതിയിലുള്ള ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.